നമ്മളിന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷനെ കുറിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിസ്റ്റത്തിൽ ആദ്യം കുറച്ച് അഡീഷണൽ സെറ്റിങ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺട്രോൾ പാനൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിൽ വിൻഡോസ് ഡിഫൻഡർ ഫയർവാൾ ഒന്ന് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ടേൺ ഓഫ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ജസ്റ്റ് ഒന്ന് ടേൺ ഓഫ് ചെയ്യാം. ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റീജിയൻ സെറ്റിങ്സ്. റീജിയൻ എടുക്കാം. ഇവിടെ നമ്മുടെ ഫോർമാറ്റ് വരേണ്ടത് യുണൈറ്റഡ് കിങ്ഡം ആണ്. അഡീഷണൽ സെറ്റിങ്സിൽ നമുക്ക് ടൈമിൻ്റെ ഫോർമാറ്റ് വരേണ്ടത് HHMMTT ആണ് വരേണ്ടത്. ഇവിടെ അതുപോലെ സെലക്ട് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുത്ത് അപ്ലൈ കൊടുക്കുക. ഇതാണ് നമ്മൾ സിസ്റ്റത്തിൽ ആദ്യമായിട്ട് ചെയ്യേണ്ട സെറ്റിങ്സ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സിനെ കുറിച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ MyAMC എന്ന വെബ്സൈറ്റിൽ കയറുക. ഓരോരോ സ്റ്റാഫിനും ഓരോരോ യൂസർ ID-യും പാസ്വേഡും പ്രൊവൈഡ് ചെയ്യും. അത് വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യാം. ഇവിടെ IMC ഡ്രൈവ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് റിറ്റ്സ് ടൂൾസ് എന്ന് പറയുന്ന ഫയൽ വരുന്നുണ്ട്. അതെടുക്കുക. ഇവിടെ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ ബാക്ക് എൻഡ് വരുന്നത് SQL Anywhere 17 ആണ് വരുന്നത്. അതുപോലെ നമ്മുടെ ഫ്രണ്ട് എൻഡ് വരുന്നത് Appion ആണ്. അപ്പം അതിന് നമുക്ക് സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷനാണ് നമുക്ക് ഒന്ന് വരുന്നത് SP400 റൺ ടൈം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇവിടെ SQL Anywhere 17 വരുന്നുണ്ട്. അതിൻ്റെ ഫയൽസ് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ നമുക്കിവിടെ VC Redist വരുന്നുണ്ട് 64 ബിറ്റിൻ്റെ. അതും നമ്മളൊന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. I agree കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുക്കുക. നെക്സ്റ്റ് SP400 റൺ ടൈം ഒന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നോ ഐ വിൽ റീസ്റ്റാർട്ട് കൊടുക്കുക. ഫിനിഷ് കൊടുക്കുക. നെക്സ്റ്റ് SQL Anywhere ഇൻസ്റ്റാൾ ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്യാം. ഫിനിഷ് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് വർക്കിംഗ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സർവീസ് പാക്ക് EXE INA ഡാറ്റാബേസ് എടുക്കേണ്ടതുണ്ട്. സർവീസ് പാക്ക് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്ത് വരുന്നതാണ് സർവീസ് പാക്ക്. EXE എന്ന് പറയുകയാണെങ്കിൽ ഓരോരോ സോഫ്റ്റ്വെയറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് EXE ആയിരിക്കും ഉണ്ടാവുക. പിന്നെ INA എന്ന് പറയുന്നത് കോമൺ ഫയലാണ്. അതുപോലെ ഡാറ്റാബേസ് ഓരോ സോഫ്റ്റ്വെയറിനനുസരിച്ചിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റാബേസുമാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ IMC ഡ്രൈവ് എടുക്കാം. അതിൽ നമുക്ക് സോഫ്റ്റ്വെയർ EXE വരുന്നുണ്ട്. അത് ചൂസ് ചെയ്യുക. നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് SP500 ആണ് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർവീസ് പാക്ക് എന്ന് പറയുന്നത് 532 ആണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള EXEകളാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് BGR4 ഒന്ന് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫയൽ നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം. EXEയും അതുപോലെ തന്നെ സർവീസ് പാക്കും. പിന്നെ നമുക്ക് വേണ്ടത് INA ആണ്. നമുക്ക് റിറ്റ്സ് ടൂൾസിലാണ് INA വരുന്നത്. ഡാറ്റാബേസ് ആണ് വേണ്ടത്. നമുക്കവിടെ ഡാറ്റാബേസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് BGR4ൻ്റെ ഡാറ്റാബേസ് ആണ് വേണ്ടത്. നമുക്ക് സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ അതിന് BGR4 സൂപ്പർ മാർക്കറ്റ് എന്നൊരു ഡാറ്റാബേസ് ഉണ്ട്. BGR4 നോർമൽ ഉണ്ട്. BGR അതുപോലെ
മാഗ്നറ്റ് ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയറിന് ഡിഫറെൻറ്റ് ഡാറ്റാബേസാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ BGR ഫോർ നോർമൽ എടുക്കാം, ഡൗൺലോഡ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഈ ഫയൽസ് എല്ലാം നമുക്ക് D ഡ്രൈവിൽ റിഡ്സ് ടൂൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് മാറ്റണം. നെക്സ്റ്റ് നമുക്ക് വർക്കിംഗ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറോട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച സർവീസ് പാക്ക് ഡിയിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക, ടാസ്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുക്കുക. അതുപോലെ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള EXE നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് നമ്മുടെ DB കോപ്പി ചെയ്ത് നമുക്ക് നമ്മുടെ വർക്കിംഗ് ഫോൾഡറിലേക്ക് വന്നതിന് ശേഷം DB എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡറോട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത DB ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കുക. ടാസ്ക് എന്ന് പറഞ്ഞിട്ട് റീനെയിം ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് റിഡ്സ് ടൂൾസിൽ പോയിട്ട് നമ്മുടെ INA കോമൺ ആയിട്ടുള്ള നമ്മുടെ ഫയല് കോപ്പി ചെയ്യുക. എന്നിട്ട് വർക്കിംഗ് ഫോൾഡറിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട് എൻഡും ഡാറ്റാബേസും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫൈൽ ബിൽഡർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ഇൻറ്റഗ്രിറ്റി ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ നിലവിലുള്ള ഇൻറ്റഗ്രിറ്റി ടെക്സ്റ്റ് എന്ന് പറയുന്നത് എല്ലാ മന്തിൻ്റെയും ആദ്യത്തെ ലെറ്റർ അടിച്ചു കൊടുക്കുക. പിന്നെ ശേഷം SHA-8 2 പ്രാവശ്യം എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനൊരു പ്രൊഫൈലായിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ പ്രൊഫൈൽ ഓപ്പൺ ആയി വരും. അത് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഡിസ്പ്ലേ നെയിം, അതായത് സ്ഥാപനത്തിൻ്റെ പേര് കൊടുക്കുക. ഇവിടെ നമുക്ക് സെലക്ട് ഡാറ്റാബേസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ചെയ്ത് വെച്ച വർക്കിംഗ് ഫോൾഡറിൽ നിന്നിട്ട് ഡാറ്റാബേസ് കണക്ട് ചെയ്ത് കൊടുക്കണം. അതിന് സെലക്ട് ഡാറ്റാബേസ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പാത്ത് കൊടുക്കുക. ദിസ് PCയിൽ D എന്ന ഡ്രൈവിൽ ടാസ്ക് എന്ന് പറഞ്ഞ വർക്കിംഗ് ഫോൾഡറിൽ DB, ഇതാണ് നമ്മുടെ ഡാറ്റാബേസ് വരുന്നത്. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നമുക്ക് ഇവിടെ 1764 ആണ് വരുന്നത്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, സേവ് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഐക്കൺ ഇതാണ് വരുന്നത്. ഇതൊന്ന് നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. സെൻഡ് ഡെസ്ക്ടോപ്പ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്ത് കൊടുക്കുക, ടാസ്ക് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ലോഗിൻ പേജ് വരുന്നത്. ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ, സൂപ്പർവൈസർ, പിന്നെ സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഡിഫറെൻ്റ് ID പാസ്വേഡ് കൊടുത്തിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇതാണ് നമ്മുടെ ലൈസൻസൊക്കെ ബ്രൗസ് ചെയ്യുന്ന വിൻഡോ വരുന്നത്. അതായത് ഓരോ സ്ഥാപനത്തിനും ഓരോ ലൈസൻസ് കീ പ്രൊവൈഡ് ചെയ്യും. ആ ലൈസൻസ് കീയാണ് ഇവിടെ ബ്രൗസ് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് കീ അവൈലബിൾ ആവുന്നത് നമ്മുടെ MyIMCയിലാണ്. അപ്പോൾ MyIMCയിൽ പോവുക. ഇതിൽ IMC ഡ്രൈവ് എടുക്കുക. അതിൽ ഡെമോ കീസ് എടുക്കുക, ന്യൂ ഡെമോ കീസ് എടുക്കുക.
ഇതിൽ നമുക്ക് ഓരോ ബ്രാഞ്ചിനും ഓരോരോ ഡെമോ കീസാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് IMCയുടെ കീ കൊടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. ലൈസൻസ് വാലിഡേറ്റ് ചെയ്യുക, ആഡ് സിസ്റ്റം കൊടുക്കുക, ഇവിടെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക, ഐ അഗ്രി കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക, യെസ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ സിസ്റ്റമായിട്ട് ഈ സോഫ്റ്റ്വെയർ കണക്റ്റ് ആയിട്ടുണ്ട്. ഈ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യുക. സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് യൂട്ടിലിറ്റിയിൽ അപ്ഡേറ്റ് കൊടുക്കണം. പ്രീവിയസ് എടുത്ത് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് കൊടുക്കുക. ഇങ്ങനെയാണ് സോഫ്റ്റ്വെയർ കോൺഫിഗർ ചെയ്യുന്ന പ്രോസസ്സ് വരുന്നത്. എല്ലാ സോഫ്റ്റ്വെയർസിൻ്റെയും പ്രൊസീജിയേഴ്സ് സെയിം ആയിരിക്കും, പക്ഷേ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള EXE സർവീസ് പാക്ക് അതുപോലെ തന്നെ ഡാറ്റാബേസ് മാത്രമേ ഡിഫറൻറ്റ് വരുന്നുള്ളൂ. ബാക്കിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ സെയിം ആയിരിക്കും. ഓക്കെ, താങ്ക് യു.